ഓടണം കണ്ട് ഓടി ഇവിടെ വന്നപ്പോൾ വണ്ടിയും വന്ന് നിലപാട് കണ്ടപ്പോൾ നമുക്ക് സംശയം തോന്നി. അന്നേരം ഇവിടെയൊക്കെ അവൻ പറഞ്ഞത് ചോറ് തൊണ്ടയിൽ കുഴുങ്ങിയെന്ന്. ബോധമൊന്നുമില്ല, അര കണ്ണും തുറന്നിട്ടുണ്ട്. കൊച്ചങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞാടിക്കൊണ്ട് കിടക്കണം. ഇവ എടുത്തോണ്ട് ഓടിയപ്പോഴും കൊണ്ടുപോയത് തന്നെ കൊച്ചിന് ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. കൊച്ച് നമുക്കെല്ലാം തോന്നി മരിച്ച നിലയിലാണെന്ന്. അകലെ ഡാൻസിന് പോയി അവൻ്റെ അടുത്താണ് കൊച്ചു നിന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ നടുക്കുന്ന ആ വാർത്ത പുറത്ത് വന്നത്. 1.5 വയസ്സുകാരനായ അർഷിദിനെ രണ്ടാനച്ഛനും പെറ്റമ്മയും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു അത്. തിരുവനന്തപുരം നെടുമങ്ങാട് കരിക്കുഴിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ദാരുണമായ സംഭവം നടന്ന വീടിന് മുൻവശത്താണ്. കരിക്കുഴിയിലാണ്, തിരുവനന്തപുരം നെടുമങ്ങാടുള്ള കരിക്കുഴിയിലാണ്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് ഈ രണ്ടാനച്ഛൻ ഈ 1.5 വയസ്സുകാരനായ അർഷിദിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഇതിനു മുൻപും മർദ്ദനം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഈ വീടിനുള്ളിൽ വെച്ച് ഈ പിഞ്ചു കുഞ്ഞിന് രണ്ടാനച്ഛൻ ആഹാരം കൊടുക്കുന്നു. ഈ ആഹാരം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുണ്ടാകുന്നു. ഇതിനെ തുടർന്ന് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള റിപ്പോർട്ടും മൊഴിയുമാണ്, അതായത് അഷ്കറിൻ്റെ മൊഴിയാണ് നിലവിലിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു സംഭവം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ കുട്ടിയുടെ തല ഭിത്തിയിലിടിക്കുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ ബോധം പോകുന്നു. ആന്തരിക രക്തസ്രാവം മൂലമാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വഴിയിലൂടെയാണ് അഷ്കർ പിന്നീട് ഈ 1.5 വയസ്സുകാരനെ എടുത്തുകൊണ്ട് ഓടുന്നത്. ഈ സംഭവം നേരിൽ കണ്ട കുറേ ആൾക്കാരുണ്ട്. അഷ്കർ മറ്റാരോടും മിണ്ടാതെയാണ് അദ്ദേഹം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ഈ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും ആന്തരിക രക്തസ്രാവം വന്നതിന് ശേഷം കുട്ടിയുടെ മരണം ഉറപ്പായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആഘാതമാണ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരി തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഓടണം കണ്ട് ഓടി ഇവിടെ വന്നപ്പോൾ വണ്ടിയും വന്ന് വണ്ടിക്കകത്ത് വണ്ടി ഡോർ തുറന്ന് കൊച്ചിനെയും കൊണ്ടുപോയി അങ്ങ് കയറി പോയി. ഇവിടെ അടുത്ത ആശുപത്രിയിൽ ചെന്നും പറഞ്ഞ് അത് മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ നിലപാട് കണ്ടപ്പോൾ നമുക്ക് സംശയം തോന്നി. അന്നേരം ഇവിടെയൊക്കെ അവൻ പറഞ്ഞത് ചോറ് തൊണ്ടയിൽ കുഴുങ്ങിയെന്ന്. അപ്പം നമ്മൾ വിചാരിച്ച് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമല്ലേ, ഇവൻ വലിയ കഷ്ണം ഇറച്ചി എന്തോ കൊടുത്തിട്ടുണ്ട്, തൊണ്ടയിലായിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. കുട്ടിക്ക് അപ്പോൾ ബോധം ഇല്ല ബോധമൊന്നുമില്ല. അര കണ്ണും തുറന്നിട്ടുണ്ട്. കൊച്ചങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞാടിക്കൊണ്ട് കിടക്കണം. ഇവ എടുത്തോണ്ട് ഓടിയപ്പോഴും. എന്നിട്ട് ഇത്രയും അയലൊക്കെ കിടക്കേണ്ടത് പോലും മനുഷ്യരുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അഷ്കർ ഒറ്റയ്ക്കായിരുന്നു ഈ കുട്ടി? ഒറ്റയ്ക്കേ ഉള്ളായിരുന്നുള്ളൂ. അഖില ഇവിടെ ദൂരെ കണ്ട് ഡാൻസ് കളിക്കാൻ പോയിരുന്നു. ഒറ്റയ്ക്കേ ഉള്ളായിരുന്നുള്ളൂ. കുട്ടിക്ക് പോകുമ്പം ബോധമില്ല. ഇവിടുന്ന് കൊണ്ടുപോയത് തന്നെ കൊച്ചിന് ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. കൊച്ച് നമുക്കെല്ലാം തോന്നി മരിച്ച നിലയിലാണെന്ന്. അപ്പോൾ അപ്പോഴും ഞങ്ങൾ എന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇല്ല, കൊച്ചിന് എന്തരാൻ തോന്നുന്നു. ഇവിടെ കൂടിയവരെല്ലാവരും അങ്ങ് പറഞ്ഞ്. വണ്ടി വന്നപ്പോൾ ഒരുപാട് ആൾ കൂടിയെന്ന് വെച്ചാൽ അപ്പുറത്ത് വീട്ടിലെന്തോ വിശേഷമെന്നാണ് തോന്നിയത്. ഇതാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയപ്പോൾ വണ്ടി അവിടെ തിരിക്കാൻ കയറിയതാണ്. തിരിച്ചിവിടെ വന്നതും ഇവൻ കൊച്ചിനെ എടുത്തോണ്ട് ഓടി വണ്ടി കയറി. ഒന്നും ചോദിക്കുക പറയും, അല്ലെങ്കിൽ അവരൊന്നും ചോദിക്കുക മിണ്ടയൊന്നും ചെയ്യില്ല. ആ ആണുങ്ങൾ രണ്ടും അതേ ആ പെണ്ണും പിള്ളേ ഒന്നും മിണ്ടില്ല. വണ്ടി ഓട്ടി അതവൻ്റെ സ്വന്തം വണ്ടി. അവൻ വേറെ കൂലിക്ക് വണ്ടി ഓട്ടിക്ക് ടെമ്പോ ഇവിടെ കൊണ്ടിട്ട് അതിൻ്റെ കൂടെ കറവൊന്നും എടുത്തോണ്ട് പോയി. അന്നീനെ എടുത്തോണ്ട് പോയി. അഖില ഡാൻസിന് പോകണം. തമിഴ്നാട്ടിലും അങ്ങ് കുഞ്ഞൊക്കെ പോകും. അന്ന് ഈ അഖില ഇവിടെ ഇല്ലായിരുന്നു. അഖില ഡാൻസിന് പോയി. അവൻ്റെ അടുത്താണ് കൊച്ചു നിന്നത്. അവനെ ആൾക്കാർ പറയണം കൊച്ചു തള്ളേരെ അടുത്ത് നിന്ന് ഇവൻ ചെന്ന് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തതെന്ന്. അത് അമ്മമ്മ തള്ളേരെ അടുത്ത് മുമ്പ് എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തതെന്ന് പറയണം. പിന്നെ നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇത്രയും മുറ്റത്താണെന്ന് വെച്ചാൽ അവരെ ഒരു കാര്യം അറിയില്ല.
ഒരു കാര്യം അറിയില്ലെന്ന് വെച്ചാൽ ഈ കൊച്ച് കരച്ചിൽ പോലും കേൾക്കാൻ നിവർത്തിയില്ല. അവിടെ കരയണ കൊച്ച് ഇവിടെ എങ്ങനെ കേൾക്കും? അത്രയും ദൂരം. ഇവിടെ അയൽവക്കത്താണെങ്കിൽ ഈ ചുറ്റുവട്ടത്താണെങ്കിൽ നടക്കുകയില്ല. നമ്മളെന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. എന്തെങ്കിലും ഒരു വിശേഷം വന്നാൽ ഈ ഭാഗമുള്ള ആൾക്കാർ അത്രയും ഒരു ഇതാണ്. നമ്മളെപ്പോഴും പറയും നമ്മളെ നെല്ലിക്കുന്നിനെ സംബന്ധിച്ച് നല്ല അഭിമാനമുള്ളതാണെന്നോ. ഈ ഒരു കുടുംബങ്ങൾ വന്ന് നെല്ലിക്കുന്നിൻ്റെ അഭിമാനം പോയി. ഇപ്പം നമുക്ക് പറയാൻ നാണക്കേട്. ഇത് ഈ സംഭവം നടക്കുന്നത് പെരുന്നാളിന് ശേഷം പിറ്റേന്ന് എന്തായാലും പെരുന്നാളിന് പിറ്റേന്നാണ് ഇത്തരത്തിൽ ഈ നെല്ലിക്കുന്നിനെ നടുക്കിയ ഒരു ചെറു ഗ്രാമത്തെ നടുക്കിയ ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ഒരു പിതാവ് അഷ്കറിൻ്റെ വാഹനമാണ്. അദ്ദേഹം ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹത്തിന് സ്വന്തമായും വണ്ടിയുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. ആ വാഹനമടക്കം ഇക്കഴിഞ്ഞ ദിവസം നാട്ടുകാർ അടിച്ചു തകർത്തു. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വികാരത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹം ഈ ഒരു അഷ്കർ എന്ന് പറയുന്ന പ്രതി രണ്ടാനച്ഛൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനമായിരുന്നു ഇത്. ഈ പെരുന്നാളിനുള്ള പിറ്റേ ദിവസമാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. നാട്ടുകാർ വിചാരിച്ചത് ഇറച്ചിയോ മറ്റോ തൊണ്ടയിൽ കുടുങ്ങി അങ്ങനെയാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ്. പിന്നീടാണ് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരവും നാട്ടുകാർ അറിയുന്നത്. അതായത് ഈ 1.5 വയസ്സുകാരനെ കൊന്നതാണ് എന്നുള്ള വാർത്തയാണ് നാട്ടുകാർക്ക് മുൻപിലേക്കും എത്തിയത്. അവരെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അഷ്കറിൻ്റെ വാഹനം അടക്കം നാട്ടുകാർ ഇത്തരത്തിൽ അടിച്ച് തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. എന്തായാലും ആ കുട്ടി ഇപ്പോൾ ഈ ഭൂമിയിൽ ഇല്ല. ഏറെ വേദനകൾ സഹിച്ചുകൊണ്ടാണ് ആ ഒരു പിഞ്ചു കുഞ്ഞ് 1.5 വയസ്സുള്ള കുട്ടി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് ഈ സ്വന്തം അമ്മയും ഈ പെറ്റമ്മയും അതുകൂടാതെ രണ്ടാനച്ഛനുമാണ് ഇത്തരത്തിലുള്ള കൊടും ക്രൂരത ചെയ്തത്. ആ കുട്ടിയെ ഈ ഭൂമിയിൽ നിന്നും തുടച്ച് നീക്കിയത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.